ഡോക്ടറെ ഇത് അമ്പലമാണോ വീടാണോ എന്ത് സംഭവം? ഇതൊരു ഹോസ്പിറ്റലാണ്, പ്രകൃതി ചികിത്സാ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റല് ഡോക്ടറെ ഇപ്പൊ എങ്ങോട്ട് പോവുകയാണ്? ഇനി നിങ്ങൾക്ക് ഞാൻ ചെവി കാണിച്ചു തരാം. എന്റെ ചെവിയല്ല, ഞങ്ങളുടെ അതിഥികളെ കേൾക്കാനിരിക്കുന്ന ഒരു സമയമാണ് ചെവി എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും പേഷ്യൻസ് എന്ന് പറയരുത്. ഞങ്ങളുടെ പേഷ്യൻസ് ഞങ്ങൾക്ക് അതിഥികളാണ്. പേഷ്യൻസ് എന്ന് ഉച്ചരിക്കാറേ ഇല്ല. അവർക്ക് അവരുടെ ഹോം ഫീൽ വരുന്നു, അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു. കേട്ടിരിക്കാനായിട്ട് ഒരു ഇടം മുകളിലുണ്ട്. ഷുഗർ കുറയ്ക്കാം. ഞങ്ങൾ ഷുഗറിന് മെഡിസിൻ കൊടുക്കാറേ ഇല്ല. ആഹാരവും നിയന്ത്രിച്ച് ട്രീറ്റ്മെന്റും കൊടുത്ത് കുറയ്ക്കും. ഷുഗറിന് മരുന്നില്ല, ഒറ്റ മരുന്ന് കൊടുക്കില്ല. ഇവിടെ വന്ന് നിന്ന് ചികിത്സിക്കാൻ അവർ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും അത് മാറ്റി കൊടുത്തിരിക്കും. അതാണ് അങ്ങനെ ഇവിടെ വരുന്നവർക്കുള്ള ഫുഡാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു അടിപൊളി നല്ലൊരു കൊള്ളല്ലേ. അതെ. ഈ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന ഒരു കൽവിളക്കാട്ടോ. കൽവിളക്ക് മാത്രമല്ല, ഇവിടെ കണ്ടോ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. ഈ കുളവും പശ്ചാത്തലവും ഒക്കെ അടിപൊളി കേട്ടോ. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. കൊള്ളാം കേട്ടോ. ഇതെന്താണ് ഈ പ്രകൃതി ചികിത്സ എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്? അതായത് ഇപ്പൊ വരുന്ന ഒരു പേഷ്യന്റ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പേഷ്യന്റ് എന്ന് പറയാറില്ല, അതിഥികളെന്നാ പറയാറ്, അവർക്കൊരു ഹോം ഫീൽ ഉണ്ടാവണം. സമാധാനം. അതാണ് ബുദ്ധനെ വെച്ചേക്കുന്നത്. ശ്രീ ബുദ്ധനെ വെച്ചേക്കുന്നത്. പഞ്ചമഹാഭൂതങ്ങളാണ്. പഞ്ചമഹാഭൂതം ഞങ്ങളുടെ തിയറിയെ 5 എലമെന്റ് തിയറിയാണ്. പഞ്ചമഹാഭൂതം അതായത് ഫ്രണ്ടിൽ വരുമ്പോ കൽവിളക്ക് അഗ്നിയാണ്. അതുപോലെ തന്നെ ആ ഫ്രണ്ടിൽ കാണുന്നത് ജലമാണ്. ആ കുളം കണ്ടോ? ജലമാണ്. പിന്നെ ഇത് ആകാശം, വായു, ഭൂമി. അതിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേരാണ് ഭൂമിക എന്ന് പറയുന്നത്. ഭൂമിക. ഓ, ഇവിടെ അതാണല്ലേ ഭൂമിക. അത് ഓരോ ചികിത്സാ രീതി എങ്ങനെയൊക്കെയാണ്? എല്ലാം പ്രകൃതി ചികിത്സകളാണ്. അതായത് മഡ് ബാത്ത്, ടെർമറിക് ബാത്ത്, പിന്നെ ഉഴിച്ചില്, പഞ്ചകർമ്മ ചികിത്സകളൊക്കെ ഉണ്ട്. പിന്നെ യോഗ തെറാപ്പി ഉണ്ട്. ഇപ്പൊ ഇത് ഞങ്ങളുടെ യോഗ ഹോളാണ്. ഈ കാണുന്നത് ബോധി, പണ്ടത്തെ പനമ്പായിക്കിട്ട്. അതെ, ബോധി. വന്ന വൃക്ഷമാണ് ബോധി. ശ്രീ ബുദ്ധൻ ഇല്ലേ? അതോട് കയറുമല്ലേ? ബോധിയിലോട്ട് കയറണോ? പേരും അത് തന്നെ, ബോധി എന്നല്ലേ? അതെ. ഓക്കെ. ഇവിടെ എല്ലാ ദിവസവും ആൾക്കാർ വരാറുണ്ടോ ഇവിടെ? അതെ, എല്ലാ ദിവസവും സൗജന്യമായിട്ട് നമ്മൾ 1 hour യോഗ കൊടുക്കാറുണ്ട്. ഓക്കെ. ഇവിടെ യോഗ ചെയ്യുന്നില്ലേ? ഡോക്ടറാണ് യോഗയ്ക്ക് മേൽനോട്ടം കൊടുക്കുന്നത്? അതെ, ഞാൻ തന്നെയായിരിക്കും ചെയ്യിക്കുക. അതായത് ഞാൻ 5 വർഷം ഞങ്ങൾക്കൊരു സബ്ജക്റ്റാണ് യോഗ എന്ന് പറയുന്നത്. നമ്മളെ ഗൈഡൻസോട് കൂടി എല്ലാവർക്കും ഒരേ യോഗ കൊടുത്തുകൂടാ. ഏജ് കാറ്റഗറി അനുസരിച്ച് ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ കൂടെ നിന്ന്, എൻ്റെ കൂടെ 2 ജൂനിയേഴ്സ് ഡോക്ടേഴ്സും കാണും. അവർ കറക്റ്റ് ചെയ്ത് പഠിപ്പിക്കും. നിങ്ങൾ വന്ന് നോക്കിയാൽ അറിയാം, മാക്സിമം എബോവ് 60 ഒക്കെ ഉള്ളവരാണ് കൂടുതൽ ഇവിടെ വരാറ്. അങ്ങനെ മുട്ടുവേദന ഒന്നുമില്ല. ഡോക്ടറെ ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസാ വരുന്നത്? ഒരിക്കലും പേഷ്യൻസ് എന്ന് പറയരുത്. ഞങ്ങളുടെ പേഷ്യൻസ് ഞങ്ങൾക്ക് അതിഥികളാണ്. പേഷ്യൻസ് എന്ന് ഉച്ചരിക്കാറേ ഇല്ല. അവർക്ക് അവരുടെ ഹോം ഫീൽ വരുന്നു, അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു. കേട്ടിരിക്കാനായിട്ട് ഒരു ഇടം മുകളിലുണ്ട്. ചെവി എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത്. അതെ, കൗൺസിലിംഗ് മുക്കൂറ്റി, കുറിഞ്ഞി, അങ്ങനെ പുഷ്പങ്ങളുടെ പേരായിട്ടിരിക്കുന്നത്. ഇതിപ്പം ഈ യോഗ ഹോള് ബോധി യോഗ, അങ്ങനെ ഓരോ വെറൈറ്റി പേര്. കേൾക്കാനിരിക്കുന്ന ഇടം ചെവിയാണ്. മഡ്ബാത്തിന്റെ ഇടം അങ്ങനെയുണ്ട്, ധരണബോധി, അങ്ങനെ പല പേരുകൾ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ചികിത്സാ രീതികളുള്ളത്? ഇവിടെ നാച്ചുറോപ്പതി ഉണ്ട്, പഞ്ചകർമ്മയുണ്ട്. അതെനിക്ക് തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂ, ഗട്ട് ഇഷ്യൂസ്, നമ്മുടെ വയറ്റിലുണ്ടാകുന്ന അസുഖങ്ങളാണ് അടിസ്ഥാന ഘടകം എന്ന് വെച്ചിട്ട് അതിൻ്റെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ബോഡി പെയിൻ ഉള്ളത്, ഹോർമോണൽ ഇംബാലൻസ്, അതിനൊക്കെ അമിതവണ്ണം, പിന്നെ സ്കിൻ ഇഷ്യൂസ്, സോറിയസിസ്, ചൊറിച്ചിൽ പോലത്തുള്ള ഇഷ്യൂ, എല്ലാത്തിനുള്ള പരിഹാരങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ചെവി കാണിച്ചു തരാം. എന്റെ ചെവിയല്ല, ഞങ്ങളുടെ അതിഥികളെ കേൾക്കാനിരിക്കുന്ന ഒരു സമയമാണ് ചെവി എന്ന് പറയുന്നത്. അതായത് കൂടുതലും മാനസികമായിട്ട് പ്രശ്നമുള്ളവരുണ്ടല്ലോ, അതായത് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ. ഫസ്റ്റ് നമ്മൾ അവരെ കേൾക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബേസിക് ട്രീറ്റ്മെന്റിൽ ഒന്നാണ്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന സ്പേസ് ആണിത്. ഇവിടെ ഇരുന്ന് ബുക്ക് വായിക്കും. അതെ, കേൾക്കാനായിട്ട്. അതായത് ഞാൻ അവരെ കേൾക്കുന്നു, അവർക്ക് എൻ്റെ കൂടെ പറയാം. സൊല്യൂഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ കേട്ടിരിക്കുമ്പം ഏറ്റവും ലാസ്റ്റ് അവർക്ക് തന്നെ അവരുടെ സൊല്യൂഷൻസ് കിട്ടും. അതെ, ഇതാണ് ചെവിയുടെ ഏരിയ വരുന്നത്. പിന്നെ മെഡിറ്റേഷന്, ബുക്ക് റീഡിങ്, അങ്ങനെ എല്ലാം ഇവിടെ നടക്കാറുണ്ട്. അക്കുപ്രഷർ, അതിനൊക്കെ, അതായത് പഞ്ചറിങ് ഇല്ല, പ്രഷർ, റിഫ്ലെക്സോളജി ഏരിയകളിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഹാൻഡ് എക്സസൈസിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണിത്. ഈ കാണുന്നത് അതെ, ഇതൊക്കെ നമ്മളിങ്ങനെ വിരലിൽ ഇങ്ങനെ ഇട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ പ്രഷർ കൊടുക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഗ്രൂപ്പ് അടി ഏരിയ ഉണ്ടോ? ഇതിപ്പോ ഒരു ഗ്രൂപ്പ് കോൺഫറൻസ് പോലെയല്ലേ തോന്നുന്നു. ഇവിടെ ആക്ടിവിറ്റീസ് നടക്കും. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് പാക്കേജ്, ബ്രേക്കപ്പ് പാക്കേജ് ഒക്കെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരു കൂട്ടം ഫ്രണ്ട്സ്, ഇപ്പൊ പരിചയത്തിലുള്ള ഒരു 10 പേര് വന്നിട്ട് എല്ലാരും എങ്ങനെയാ പോണത്, ഹെൽത്ത് നോക്കാതെ ഒരു ട്രിപ്പ് പോകണം. ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു 7 days ആണ് അവർ പാക്കേജ് എടുക്കുന്നെങ്കിൽ 7 days ട്രീറ്റ്മെന്റും ഡയറ്റും ഒക്കെ കൊടുത്തിട്ട് 7ാമത്തെ ദിവസം ഞങ്ങൾ തന്നെ ഇവിടുന്ന് ഒരു ട്രിപ്പ്, ഒരു അൺനോൺ
ഒരു സെലിബ്രിറ്റിയെ വെച്ചിട്ട് ഞങ്ങൾ വേറൊരു പ്ലേസിലേക്ക് ഒരു കാട് ഏരിയയിലേക്ക് അവിടെ ചെന്നിട്ട് അവിടെ ആക്ടിവിറ്റീസ് കാണും, ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യും. ഇതുവരെ ആരും അങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ട്രിപ്പ് ഒന്നും പോയിട്ടില്ലല്ലോ, അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പാക്കേജ് അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാതെ 1 ഡേ ട്രീറ്റ്മെന്റും ഉണ്ട് പാക്കേജ്. വന്നിട്ട് ഫ്രണ്ട്സ് ചേർന്ന് പാക്കേജ് ഒക്കെ എടുത്ത് ഈവനിങ് ആക്ടിവിറ്റീസ് കാണും, എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ പോകാറുണ്ട്. ഇത് പട്ടം കോസ്മോ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട്, അതിനുള്ളിലേക്ക് ഒരു 500 മീറ്റർ വരുമ്പോൾ ബോധീന്ന് കാണാം. അതെ, റൂമിന്റെ പേര് ഇതൊക്കെയാണല്ലേ? അതെ, കിടത്തി ചികിത്സ, അഡ്മിറ്റ് ആയി കിടന്ന് ചികിത്സയുണ്ട്, വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് പോണവരും ഉണ്ട്. സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെന്റ് അകമൊക്കെ ഒന്ന് കാണാം. അതെ, ഇതാണ് ഒരു റൂം. 2 പേർക്ക് ഒരു റൂം എടുക്കാം. സിംഗിളായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കപ്പിൾസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് വരികയാണെങ്കിൽ അങ്ങനെ ചേർന്ന് എടുക്കാറ്. ജമന്തി റൂമിൽ ഇറങ്ങിയല്ലേ? അടുത്ത 2 റൂം ഉണ്ടല്ലേ? പിന്നെ ഉണ്ട് തുമ്പ, മന്ദാരം, അങ്ങനെ താഴെയുള്ള റൂം. ഇവിടുത്തെ എല്ലാ റൂമിനും ഓരോരോ പേരല്ലേ? എല്ലാ സ്പോട്ടിനും ഓരോരോ പേരുണ്ട്. ഈവൻ കിച്ചൺ ആണെങ്കിലും തൃപ്തിശാല എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. തൃപ്തിശാല. നമ്മൾ അടുത്ത റൂമിലോട്ട് വന്നിരിക്കുകയല്ലേ അല്ലേ ഡോക്ടറെ? ഇത് ട്രീറ്റ്മെന്റ് റൂമാണ്. ഫീമെയിൽസിന്റെ ഇതാണ്, മെയിൽസ് നേരെ ഓപ്പോസിറ്റ് ഇതേ സെയിം പോലെ ട്രീറ്റ്മെന്റ് റൂം ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റീം ബാത്ത്, പുക കൊടുത്ത് വിയർപ്പിക്കുന്ന ഒരു ചികിത്സയാണ്. കൊളസ്ട്രോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ടോക്സിഫിക്കേഷൻ ഉള്ള സാധനങ്ങൾ നമ്മുടെ സബ്സ്റ്റൻസ് ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വിയർപ്പൊഴി പോകും. വെയിറ്റ് ലോസിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കൂടെ ട്രീറ്റ്മെന്റ് കൊടുക്കും. ഇത് പാത്തിയാണ്, ഇതിപ്പോ കിഴിയാണ്. ഇതിപ്പോ ഇരിക്കുന്നത് മണൽ കിഴിയാണ്. അങ്ങനെ പല കിഴികളും ഉണ്ട്. ഓരോരോ അസുഖം അനുസരിച്ച് കിഴികൾ നമ്മൾ തന്നെ ഇവിടെ കെട്ടി പേഷ്യന്റിന് കൊടുക്കുകയും ചെയ്യുന്നത്. അത് IP ആണെങ്കിലും വന്നെടുത്തിട്ട് പോണ ചികിത്സയാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. വയറ് സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അമിത ഫാറ്റ്, വണ്ണം, ചിലവർക്ക് പച്ചവെള്ളം കുടിച്ചാലും വയറ് നിറയും, ഭയങ്കരമായിട്ട് കൂടും, വെയിറ്റ് കൂടും എന്ന് പറയും. ചിലവർ എന്ത് കഴിച്ചാലും വെയിറ്റ് കുറയത്തേ ഉള്ളെന്ന് പറയും. രണ്ടും ഓരോരോ കണ്ടീഷനാണ്, രണ്ടിനും ട്രീറ്റ്മെന്റ്. വയറ് ക്ലീൻ ചെയ്യുക, വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റുക, അതുപോലെ തന്നെ സ്വെല്ലിങ്, ഇൻഫ്ലമേഷൻ, ദേഹത്തുണ്ടാകുന്ന നീർവീക്കങ്ങൾ, അങ്ങനെ ഷുഗർ കുറയ്ക്കുക. ഞങ്ങൾ ഷുഗറിന് മെഡിസിൻ കൊടുക്കാറേ ഇല്ല. ആഹാരവും നിയന്ത്രിച്ച് ട്രീറ്റ്മെന്റും കൊടുത്ത് കുറയ്ക്കും. ഷുഗറിന് മരുന്നില്ല, ഒറ്റ മരുന്ന് കൊടുക്കില്ല. ഇവിടെ വന്ന് നിന്ന് ചികിത്സിക്കാൻ അവർ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും അത് മാറ്റി കൊടുത്തിരിക്കും. അതാണ് മെഡിസിൻ ഇല്ലാതെ ഷുഗർ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അതെ, പെയിൻ കില്ലർ ഉപയോഗിക്കാതെ പെയിൻ മാറ്റി കൊടുക്കും. അങ്ങനെയുണ്ട്. അതെ, ഗട്ട് ഇഷ്യൂസിന് മാത്രമേ ഇവിടെ മരുന്ന് കൊടുക്കും. ബാക്കി എല്ലാത്തിനും ഹോം റെമഡീസ് ഉണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒരു തുള്ളി മരുന്ന് എടുക്കാതെ ഞങ്ങൾ മാറ്റും. ഓക്കെ ഡോക്ടറെ, നമ്മുടെ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ടുള്ള ഫുഡാണ് ഈ കാണുന്നത്. അതായത് ഇത് മെഡിസിൻ ആണെന്ന് വിചാരിക്കല്ല, മെഡിസിൻ ആണ്. ആഹാരം മെഡിസിൻ ആണ്. ആഹാരം മെഡിസിനെ പോലെ കറക്റ്റ് ആയിട്ട് കഴിച്ചാൽ മെഡിസിൻ ആഹാരത്തെ പോലെ കഴിക്കേണ്ട. അതായത് ഇതിപ്പോ തവിടരിയാണ്. ഈ അരി ഫൈബർ റിച്ച് ആണ്. അതായത് അൺറിഫൈൻഡ് ആയിട്ടുള്ള അരിയാണ്, തവിട് കളയാത്ത. അതോടുകൂടി കഴിക്കുമ്പോൾ ഫൈബർ കൂടുതലാണ്, നമുക്ക് ഡയബറ്റിക്കിനും ഒക്കെ നല്ലതാണ്. അരി എല്ലാവർക്കും ഡെയിലി ലൈഫിന് പാടാണെങ്കിൽ വീക്ക്ലി ടോയ്സെങ്കിലും എടുക്കുന്നത് നല്ലതാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ റൈസ് എങ്ങനെ അതൊക്കെ നല്ല ഭംഗിക്ക് നല്ല ടേസ്റ്റോട് കൂടി വിളമ്പാന്ന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡ് ഡിഷ് അടിയിരിക്കുന്ന ഐറ്റം എന്താണ്? അതാണ് വെളുത്തുള്ളി, ചുട്ട വെളുത്തുള്ളിയാണ്. 21 ദിവസം ഇത്ര ഒരു വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 3 എണ്ണം, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 4-5 എണ്ണം എടുത്തിട്ട് ഡെയിലി 21 ദിവസം കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളോ ബ്ലോക്കോ ഉണ്ടെങ്കിൽ അത് കുറയാൻ സഹായമാകും. കൂടെ ഡയറ്റും ട്രീറ്റ്മെന്റും കൂടെ ഉണ്ട്. വെളുത്തുള്ളി കൊണ്ട് കൊളസ്ട്രോളും ഇത് നമ്മളെ ബ്ലോക്ക് അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ കുറയാൻ, രക്തചംക്രമണം കൂടും. അതിന്റെ കൂടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഉണ്ട്, എങ്കിൽ കൂടി നമ്മൾ സ്ഥിരം കൊടുക്കുന്നതാണ്. ഇവിടെ വന്ന് നിൽക്കുന്നവർക്കുള്ള ഫുഡ് ഇതാണ്. ഞങ്ങൾക്ക് 5 നേരം ഫുഡ് കാണും. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 11 o'clock ജ്യൂസ്, 1 o'clock ലഞ്ച്, 4 o'clock ഹെർബൽ ടീ, 7 o'clock ഇവിടെ ഡിന്നർ ക്ലോസ് ചെയ്യും. പിന്നെ ഇല്ല. അങ്ങനെ ഇവിടെ വരുന്നവർക്കുള്ള ഫുഡാണ് ഈ കാണുന്നത്. ഒരു നല്ലൊരു കൊള്ളാം അല്ലേ? അതെ.